നിത്യാനന്ദ യോഗാശ്രമം മഠാധിപതിയുടെ നേതൃത്വത്തിൽ കർണാടകയിലെ ശിരൂർ മുതൽ കണ്ണൂർ കടപ്പുറം വരെ നടത്തപ്പെടുന്ന വിഷ്ണു സഹസ്രനാമ അർച്ചനയുടെ ഭാഗമായി കുമ്പള കടപ്പുറത്ത് വന്ന് വിശ്വാസികളോടൊപ്പം ആ നാമാർച്ചനയ്ക്ക് തുടക്കം കുറിച്ചിട്ട് അടുത്ത കടപ്പുറത്തേക്ക് സ്വാമി സഞ്ചരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമാകാനായി തിരുവനന്തപുരത്ത് നിന്ന് എത്തിയതാണ് ഞാനും. നിങ്ങൾക്കറിയാം, കടൽ തീരത്ത് കടലുമായി സംബന്ധിച്ച തൊഴിലെടുത്ത് പ്രവർത്തിക്കുന്ന നിരവധി ഹൈന്ദവ കുടുംബങ്ങളുള്ള മേഖലയാണ് കാസർഗോഡ്, കണ്ണൂർ പ്രദേശങ്ങളിലെല്ലാം. അതുകൊണ്ട് തന്നെ ഇവരുടെ എല്ലാം നിത്യേനയുള്ള ബുദ്ധിമുട്ടുകൾ അവരിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നൊരു വ്യക്തിയാണ് ശ്രീ യോഗാനന്ദ സരസ്വതി സ്വാമിജി. അതുകൊണ്ട് സ്വാമിയുടെ മനസ്സിൽ ഉടലെടുത്ത ഒരു പ്രക്രിയയാണ് എല്ലാ കടൽ തീരങ്ങളിലും കണ്ണൂരിലെ കടപ്പുറം മുതൽ ശിരൂരിലെ, കർണാടകയിലെ കുന്താപുര കഴിഞ്ഞുള്ള ശിരൂരിലെ കടപ്പുറം വരെയുള്ള സ്ഥലങ്ങളിലായി ഒരു ഒത്തുകൂടൽ. ഈ ദിവസം വിഷ്ണു സഹസ്രനാമം വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെ എല്ലാവരും ഉരുവിടുക എന്നുള്ളത്. കടൽക്ഷോഭം മൂലമുണ്ടാകുന്ന വിപത്തുകൾ നേരിടുന്ന ഒരു വലിയ സമൂഹത്തിന് അതിൽ നിന്നും ഒരു മോചനം ലഭിച്ച് അവരുടെ തൊഴിലിടങ്ങളിൽ ശക്തമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടി ഒരു കരുതൽ ഒരുക്കാൻ എല്ലാവരും ഒത്തുകൂടുക എന്നുള്ളതായിരുന്നു. അതിൻ്റെ ഭാഗമായി ഇന്നലെ കുമ്പള, കാസർഗോഡ് ജില്ലയിലെ കുമ്പള കടപ്പുറത്താണ് സ്വാമി ആദ്യമായി എത്തുന്നത്. അവിടെ എത്തുമ്പോൾ തന്നെ അവിടെയുള്ള കടലോര മേഖലകളിൽ താമസിക്കുന്ന അവരുടെ ഉപദേവതാമൂർത്തിയെയും അയ്യപ്പ ഭജന മന്ദിരവും എല്ലാം സ്വാമി കണ്ടു. അവരുടെ താമസ ഇടങ്ങളിലൂടെ സ്വാമി സഞ്ചരിച്ചു നീങ്ങി അവരുടെ കുടിലുകൾ കണ്ട് അവരുടെ വാസ സ്ഥലത്തെ ആ ചൈതന്യത്തെ അറിഞ്ഞ് അവരുടെ ഇല്ലായ്മകൾ അറിഞ്ഞ് സ്വാമി സഞ്ചരിച്ച് ഇന്നലെ കടപ്പുറം ലക്ഷ്യമാക്കി നീങ്ങി. എല്ലാ ഭക്തജനങ്ങളും ആ വിഷ്ണു സഹസ്രനാമം ഒരുമിച്ചിരുന്ന് പാരായണം ചെയ്യുന്നതിന് വേണ്ടി സമുദ്രതീരങ്ങളിലാണ് ഒത്തുചേരാൻ സ്വാമി ആഹ്വാനം ചെയ്തിരുന്നത്. സമുദ്രദേവന് അഭിമുഖമായി ഇരുന്ന് ആ വിഷ്ണു സഹസ്രനാമം ചൊല്ലുക എന്ന നിർദ്ദേശമാണ് എല്ലായിടങ്ങളിലും, ശിരൂർ മുതൽ കണ്ണൂർ വരെയുള്ള എല്ലാ കടലോര മേഖലകളിലും ഒന്നിച്ചുകൂടാൻ കഴിയുന്നത്ര ഭക്തർ ഒത്തുചേരുക. ഈ പ്രദേശങ്ങളിലുള്ളവർക്ക് സുരക്ഷിതമായി ജീവിക്കുന്നതിനും അവരുടെ തൊഴിൽ മാർഗങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അവരുടെ ഒരു ഉയർച്ചയുടെയും കൂടി ചിന്ത കണക്കിലെടുത്താണ് ഇത്തരമൊരു നിർദ്ദേശം. നമുക്കറിയാം, ഇപ്പോൾ തിരുവനന്തപുരത്തു നിന്ന് നാം നോക്കുകയാണെങ്കിൽ തന്നെ ആലപ്പുഴ മുതൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് പ്രദേശങ്ങളിലെല്ലാം കൂടുതൽ ഈ കടൽ ജോലികളിൽ ഏർപ്പെട്ട് അവരുടെ നിത്യേനയുള്ള ജീവിതം കൊണ്ടുപോകുന്ന നിരവധി ഹൈന്ദവ കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളുടെ എല്ലാം ഉന്നമനത്തിന് വേണ്ടി, അവരുടെ നന്മയ്ക്ക് വേണ്ടി ഉള്ള ഒരു പദ്ധതിയുടെ ഭാഗമായി 4 മണി മുതൽ 6 മണി വരെയാണ് എല്ലായിടങ്ങളിലും അത് ഒരുക്കിയിരുന്നത്. എന്നാൽ കുമ്പള കടൽ തീരത്ത് സ്വാമി 3:30 തന്നെ എത്തിച്ചേരുന്ന ആ കാഴ്ചയാണ്. ഇവിടെ ഒരുക്കങ്ങളെല്ലാം, ആ ഇടങ്ങളെല്ലാം ഭക്തജന കൂട്ടായ്മ തയ്യാറാക്കിയിരുന്നു. സ്വാമി സമുദ്രതീരത്ത് എത്തി ആ സമുദ്രം എല്ലാ കരുതലും ഒരുക്കി ശാന്തമായിരിക്കുന്ന കാഴ്ച സ്വാമിക്ക് തന്നെ വലിയൊരു ആത്മവിശ്വാസം പകരുന്നതായിരുന്നു. അദ്ദേഹം ആ സമുദ്ര തീരത്തേക്ക്, കാരണം നമുക്കറിയാം, സമുദ്രദേവൻ ആയി നാം സങ്കല്പിക്കുന്നത് മഹാവിഷ്ണുവിൻ്റെ ഒരു അവതാര ഭാവത്തെ തന്നെയാണ്. ആ സമുദ്രതീരത്തേക്ക് അടുക്കുമ്പോൾ ശാന്തമായി എല്ലാം അറിയുന്ന ഭഗവാൻ ഭക്തജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കി ആ കരുതൽ ഒരുക്കുന്നു എന്നുള്ളത് വലിയൊരു കാഴ്ചയായി തന്നെ കണ്ടറിയാൻ കഴിയുന്ന ഒരു നിമിഷമായിരുന്നു. വളരെ ശാന്തമായി, ഒരു അപകട നിലകളും ഒരുക്കാത്ത തരത്തിൽ ശബ്ദം നിയന്ത്രിതമായി ഒഴുകുന്ന ആ കടലിൻ്റെ തീരത്തേക്ക് സ്വാമി വന്നടുക്കുന്നു. എന്തായാലും ഭക്തജനങ്ങളെല്ലാം ഒത്തുകൂടി വിഷ്ണു സഹസ്രനാമം ഉരുവിടുമ്പോൾ അത് ശ്രവിക്കാൻ സമുദ്രം കൂടി ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ള വലിയൊരു കാഴ്ചയ്ക്കാണ്
സാക്ഷ്യം വഹിക്കാനായത്. കാരണം അത്രയും മനോഹരമായി ആ തീരവും ഒരുങ്ങിയിരുന്നു എന്നുള്ളതാണ്. കാരണം അത് കണ്ട് ആനന്ദത്തോടെ ആ ആവശ്യം, ഭക്തജനങ്ങൾ അർപ്പിക്കുന്ന ആവശ്യം, അതിന് മുൻതൂക്കം നൽകുന്ന സ്വാമി എല്ലാം ആ തീരത്തെത്തുമ്പോൾ വളരെ പവിത്രമായി മാറുന്ന സമുദ്ര തീരം, ആ അന്തരീക്ഷം എല്ലാം കൊണ്ടും വളരെ അനുഗ്രഹിതമായ നിമിഷങ്ങളായിരുന്നു ഇന്നലെ 26-ാം തീയതി, ജനുവരി 26-ാം തീയതി കാണാൻ കഴിഞ്ഞത്. കാസർഗോഡ് ജില്ലയിലെ കുമ്പള എന്ന പ്രദേശം നമുക്കെല്ലാവർക്കും അറിയാം. തിരുവനന്തപുരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ മൂലക്ഷേത്രമെന്നറിയപ്പെടുന്ന അനന്തപുരം ക്ഷേത്രം. ആ അനന്തപുരം ക്ഷേത്രവും ജലത്തിൻ്റെ നടുവിലാണ്. ജലത്തിൻ്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന അനന്തപുരം ക്ഷേത്രം കുടികൊള്ളുന്ന ആ പ്രദേശമായ കുമ്പള എന്ന പ്രദേശത്തെ ഈ കാഴ്ചകൾ വളരെ അനുഗ്രഹം നൽകുന്ന ഒന്നാണ്. നിരവധി, കണ്ണൂർ മുതൽ ശിരൂർ വരെ നിരവധി ഇടങ്ങളിൽ സമുദ്രതീരത്ത് ഭക്തർ ഒത്തുകൂടുമ്പോഴും പ്രധാനമായ, അതായത് ആശ്രമത്തോടടുത്ത് നിൽക്കുന്ന ഉപ്പള നിത്യാനന്ദ യോഗാശ്രമം മഠാധിപതി ശ്രീ ശ്രീ യോഗാനന്ദ സരസ്വതി സ്വാമിജി, അദ്ദേഹത്തിൻ്റെ ആ ഒരു ആശ്രമ പരിധിയിൽ നിന്ന് തൊട്ടടുത്തുള്ള 4 പ്രധാന സ്ഥലങ്ങളിലാണ് എത്തിച്ചേരാൻ ശ്രമിക്കുന്നത്. ആദ്യമായി അദ്ദേഹം കുമ്പള എന്ന പ്രദേശത്തെ ഈ കടപ്പുറത്താണ് ഭക്തരോടൊപ്പം ഒത്തുകൂടുന്നത്. ഇവിടെ എല്ലാ ക്രമീകരണങ്ങൾക്കും തുടക്കമാകുന്നു. വളരെ ശാന്തമായി തന്നെ ആ സമുദ്രം നമ്മോട് അനുകൂലിച്ച് നിൽക്കുന്നു. വിശ്വാസികളെല്ലാം സമയത്തിന് തന്നെ എത്തിച്ചേരുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നു. എല്ലാ മാതാപിതാക്കളും അവരവരുടെ കുഞ്ഞുങ്ങളെയും കൂടെ കൂട്ടുന്നു എന്നുള്ളത് വലിയൊരു കാഴ്ചയാണ്. കാരണം മാറ്റത്തിൻ്റെ വലിയൊരു കാഴ്ചയാണ് മലബാർ ദേശം എപ്പോഴും നമുക്ക് നൽകുന്നത്. കാരണം നമ്മുടെ എല്ലാ സംസ്കാരവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങൾക്കും അതിനെല്ലാം മുൻതൂക്കം നിൽക്കുന്ന കുട്ടികളുടെ വലിയൊരു സമൂഹം ഈ മലബാർ ദേശത്തെത്തിയാൽ നമുക്ക് കാണാൻ കഴിയും. ഞാൻ മുൻപും സൂചിപ്പിച്ചിട്ടുണ്ട്, തെയ്യം നടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം മുതിർന്നവരേക്കാൾ മുന്നേ എത്തി ആ സാന്നിധ്യം അറിയിക്കുന്നത് ഇതുപോലുള്ള നന്മ മരങ്ങളായ വളർന്നു വരുന്ന നമ്മുടെ വൃക്ഷങ്ങളാണ്. നല്ല കുട്ടികൾ, അവർ എല്ലാത്തിനും അമ്മയുടെയും അച്ഛൻ്റെയും കൈപിടിച്ച് മുന്നിൽ വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെ നശിക്കപ്പെടാതെ സംരക്ഷിക്കുന്ന നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ ആ ഒരു മൂല്യം തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. അതെന്തെന്നറിയുന്ന കുട്ടികൾ ഒരിക്കലും അതിൽ നിന്ന് വിട്ടുമാറി പോകില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു കരുതലായി കൂടി മാറുകയാണ് വിഷ്ണു സഹസ്രനാമം. എല്ലാവരും ഒരേ സമയം സമുദ്രതീരത്ത് ഒത്തുചേർന്നിരുന്ന് ചൊല്ലുക എന്നുള്ളത്, അത് ചൊല്ലുമ്പോൾ ഓരോ ಭವನത്തിനും ಆ അനുഗ്രഹം ಎಲ್ಲ ದೇವರಿಗೂ ಸಹಸ್ರನಾಮ ಇದೆ. ಆದರೆ ವಿಷ್ಣು ಸಹಸ್ರನಾಮಕ್ಕೆ ತುಂಬ ವಿಶೇಷತೆಯನ್ನು ಹೇಳಿದೆ. ಇದರಲ್ಲಿ 36,000 ಅಕ್ಷರಗಳಿರುವಂತಹ ಮಂತ್ರಗಳು. ನಮ್ಮ ದೇಹದಲ್ಲಿ 72,000 ನಾಡಿ ಇದೆ. ಅದೇ ರೀತಿಯಲ್ಲಿ ವಿಷ್ಣು ಸಹಸ್ರನಾಮವನ್ನು ಹೇಳುವಾಗ ಒಂದು ಅಕ್ಷರದಲ್ಲಿ ಸ್ವರ ಮತ್ತು ವ್ಯಂಜನ ಸೇರಿಕೊಂಡು 36 × 2 ಅಂದರೆ 72,000. ಹಾಗಾಗಿ ನಮ್ಮ ನರನಾಡಿಗಳಿಗೆ ಎಲ್ಲ ರೀತಿಯ ಶಕ್ತಿಯನ್ನು ತುಂಬಿ ಆರೋಗ್ಯವನ್ನು ಕೊಡುವಂತಹ ಮಂತ್ರವೆಂದು ಇವತ್ತಿನ ಆಧುನಿಕ ವಿಜ್ಞಾನವು ಒಪ್ಪಿಕೊಳ್ಳುವಂತಹ ಉದಾಹರಣೆಗಳಿವೆ. ಹಾಗಾಗಿ ಸಹಸ್ರನಾಮದ ಈ ಪಾರಾಯಣವನ್ನ ಎಲ್ಲರೂ ಶ್ರದ್ಧೆಯಿಂದ ಭಕ್ತಿಯಿಂದ ಅದನ್ನು ದೇವರಿಗೆ ಒಪ್ಪಿಸಬೇಕು. ಮಹಾಭಾರತದ ಕುರುಕ್ಷೇತ್ರದ ರಣಾಂಗಣದಲ್ಲಿ ಶರಶೈಯಲ್ಲಿ ಮಲಗಿದ್ದಂತಹ ಭೀಷ್ಮಾಚಾರ್ಯರು ಸಾಕ್ಷಾತ್ ಕೃಷ್ಣನನ್ನೇ ನೋಡಿ ಅವನ 1000 ಹೆಸರನ್ನು ಹೇಳುವ ಮೂಲಕ ಪಾಂಡವರಿಗೆ ಅನುಗ್ರಹಿಸಿದಂತಹ ಮಂತ್ರ ಇದೆ. ಹಾಗಾಗಿ ಇದರಿಂದ ನಮ್ಮೆಲ್ಲ ಉದ್ಧಾರ ಆಗ್ತದೆ. ಯಾವೆಲ್ಲ ಸಂಕಲ್ಪ ಉಂಟೋ ಆ ಸಂಕಲ್ಪವನ್ನು ನಾವು ಮಾಡಿ ಈಗ ನಾವು ಜಪವನ್ನು ಶುರು ಮಾಡುವವರು ಇದ್ದೇವೆ. ഒത്തുചേർന്ന വിശ്വാസികളെയെല്ലാം അഭിസംബോധന ചെയ്ത് ഈ ഒരു ഉദ്യമത്തിൻ്റെ പ്രാധാന്യം വിശദീകരിച്ച ശേഷം സ്വാമിയും കുറച്ചുപേരും ചേർന്ന് സമുദ്രതീരത്തേക്ക് നടന്നെടുത്തു. സമുദ്രദേവന് പാലഭിഷേകം ചെയ്ത് അനുഗ്രഹവും ആശീർവാദവും സമ്മതവും വാങ്ങുക എന്നതാണ് ലക്ഷ്യം.
നിരവധി വിശ്വാസികളാണ് വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതിന് വേണ്ടിയിട്ട് ഈ തീരത്ത് ഒത്തുചേർന്നിരിക്കുന്നത്. നിരവധി പേർ ഈ ലക്ഷ്യസ്ഥാനത്തേക്ക് വന്നടുത്തുകൊണ്ടിരിക്കുന്നു. ശ്രീ ശ്രീ യോഗാനന്ദ സരസ്വതി സ്വാമിജി സമുദ്രദേവനെ നോക്കി ആ പ്രണാമങ്ങൾ അർപ്പിച്ച ശേഷം ഭഗവാന് ആ ക്ഷീരധാര അർപ്പിക്കുന്ന നിമിഷങ്ങളാണ്. സർവ പ്രപഞ്ചത്തെയും തൊട്ടുണർത്തി പോകുന്ന സമുദ്രദേവൻ ആ തീരത്തെ അധിവസിക്കുന്ന എല്ലാവരെയും കാത്തുപരിപാലിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി ക്ഷീരധാര അർപ്പിച്ച് അദ്ദേഹം ഉദ്യമത്തിന് ആരംഭം കുറിക്കാനായി വിശ്വാസികളുടെ അരികിലേക്ക് മടങ്ങുകയാണ്. ശാന്താകാരം ഭുജഗൈശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗജനസദൃശം മേഘവർണം ശുഭാംഗമം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. अतः श्री विष्णु सहस्रनाम स्तोत्रम् ओम नमो भगवते वासुदेवाय विश्वं विष्णुर्वषट्कारो भूतभव्य भवत्प्रभुः भूतव्रतभावो भूतरत्ना भूतभावनः भूतात्मा परमात्मा च मुक्तानां परमागतिः अव्ययं पुरुषः साक्षी क्षेत्रज्ञोऽक्षर एव च योगो योगविधानेतु पुरुषेश्वरः नारसिंहवतु श्रीमान् केशवः पुरुषोत्तमः सर्वस्वरूपः सम्भवो भावनो भर्ता प्रभवः प्रभुरीश्वरः स्वयं शम्भुरादित्य पुष्कराक्षो महाश्रमः अनाधीरमाधात्मः अग्रणेयो ऋषिकेशः पद्मनाभो वरप्रभुः विश्वकर्मा मनुस्पृष्टा सविष्टसविरोधुरः अग्रायशक्रदर्शनः प्रबोधस्त्रिककुब्धाम पवित्रं मङ्गलं परम् ईशानः प्राणदः प्राणो ज्येष्ठश्रेष्ठप्रजापौ मधुसूदनः ईश्वरो विक्रमी धन्वी मेधावी विक्रमक्रमः अनुत्तमो दुरादर्श कृतज्ञ कृतिरात्मवान् सुरेशः शरणं शर्म विश्वरेता प्रजाभवः अहः संवत्सरो व्याल प्रत्ययः सर्वदर्शनः अजः सर्वेश्वरः सिद्धिः सर्वादिरच्युतः वृषा कपिरमेयात्मा सर्वयोगविनिश्चितः വളരെ അനുഗ്രഹീതമായി കുമ്പള കടൽത്തീരത്ത് വിഷ്ണു സഹസ്രനാമത്തിന് ആരംഭം കുറിച്ച് ഭക്തരോടൊപ്പം കുറച്ച് സമയങ്ങൾ ചിലവിട്ട് സ്വാമിജി യാത്രയായി. അടുത്ത സമുദ്ര തീരത്ത് ഒത്തുകൂടിയിരിക്കുന്ന വിശ്വാസികളുടെ അരികിലെത്തുക എന്നതാണ് ലക്ഷ്യം. മുട്ടം ബീച്ചിലേക്കാണ് അടുത്തതായി പോകാൻ ഉദ്ദേശിക്കുന്നത്, ഷിരിയയിലെ മുട്ടം ബീച്ചിലേക്ക്. ഇതുപോലെ കാസർഗോഡ് ജില്ലയിലെ വിശ്വാസികൾക്കൊപ്പം അവരിൽ ഒരാളായി നിന്ന് അവരുടെ എല്ലാ ദുഃഖങ്ങളും സന്തോഷങ്ങളും അറിഞ്ഞ്
സ്വാമി ഇടപഴകാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും ഇതുപോലുള്ള നല്ല ആത്മീയ കൂട്ടായ്മകൾ ഒത്തുചേർക്കാനും എല്ലാ വിശ്വാസികളെയും അതിൻ്റെ ഭാഗമായി കൊണ്ടെത്തിക്കാനും സ്വാമി തന്നെ മുന്നിട്ട് നിന്ന് പ്രയത്നിക്കുന്ന നിരവധി സത്കർമ്മങ്ങൾ കണ്ട് അതിൻ്റെ ഭാഗമായി നിന്ന് പ്രവർത്തിക്കാൻ എനിക്കും ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന കരുതലും വിശ്വാസികൾക്ക് സ്വാമി നൽകുന്ന കരുതലും കണ്ടറിഞ്ഞ് ഒരുപാട് പ്രവർത്തിക്കാനും തിരുവനന്തപുരത്ത് നിന്നും ഇങ്ങറ്റത്തെ ജില്ലയായ കാസർഗോഡിലെത്തി ആ കാസർഗോഡിൻ്റെ നന്മയെയും അറിഞ്ഞ് സ്വാമിജിക്കൊപ്പം സഞ്ചരിക്കാനും ഇതെല്ലാം അറിയാനും അനുഗ്രഹം നേടാനും കഴിയുന്നു എന്നുള്ളത് വലിയൊരു മഹത്വമായി തന്നെ കരുതുന്നു.